ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഈ വിഷുവിൻ്റെ ദിവസത്തിൽ നമ്മൾ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു സക്സസ് സ്റ്റോറിയിൽ നിന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷനിൽ നിന്നും ആണ് സംസാരിക്കുന്നത്. അതിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും ഈ ലോകത്തിലില്ല. എങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക? അതിന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന ശേഷം ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ NLP ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മളൊരു 21 ഡേയ്സ് പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുന്നത് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് നമ്മൾ ഈ പറയുന്ന പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കും. അത് ഗ്രാജ്വലി അത് കോൺഷ്യസ് മൈൻഡിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് നമുക്ക് ചില പാറ്റേൺസ് ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്? ലോസസ്, ബിസിനസ് ലോസസ്, ഫാമിലി ഇഷ്യൂസ്, എന്തെങ്കിലും ഫ്രസ്ട്രേറ്റിംഗ് ഇവൻറ്റ്സ് എല്ലാം. അതിന് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ഇംപ്രിൻറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചില മെമ്മറികളാണ്. ഈ മെമ്മറികൾ വീണ്ടും സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പതുക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ NLP ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ഇറേസ് ചെയ്തിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു വിഷു, നമ്മുടെ മലയാളികളുടെ പുതിയ ന്യൂ ഇയർ എന്ന് പറയുന്ന ഈ വിഷുവിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഡെയിലി നമ്മുടെ രാവിലെ എണീറ്റ് നമ്മുടെ ലൈഫ് തുടങ്ങുമ്പോൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റിയലി അഫേം ഇറ്റ്, അല്ലേ? അഫർമേഷൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഗ്രാജ്വലായിട്ട് വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇനീഷ്യലി ഞാൻ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കതിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. ഗ്രാജ്വലി വെൻ ഐ റിയലി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഇറ്റ്, ഐ കെയിം ടു നോ ദി ഇമ്പാക്റ്റ് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് ഓൺ അവർ മൈൻഡ്. അത് ഞാൻ റിയലൈസ് ചെയ്തു. അതേപോലെ അത് നമ്മുടെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കി. അപ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ യു പ്രാക്ടീസ് ഇറ്റ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി റിസൾട്ട്സ് ഓഫ് ദാറ്റ്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഈ വിഷുവിന് നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ രാവിലെ തന്നെ സാധാരണ നമ്മൾ എണീറ്റ് പോകുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കുറേ ചിന്തകളാവും ചിലപ്പോൾ മനസ്സിൽ വരിക. ഇന്ന് ഓഫീസിലുള്ള ടെൻഷൻസ്, അത് ഇത് അങ്ങനെ കാര്യങ്ങൾ. അതിന് പകരം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോസിറ്റീവ് അഫർമേഷൻസ് റിപ്പീറ്റ് ഇറ്റ് ടു യുവർ സെൽഫ് again and again. Then definitely in a 21 days of time, definitely there will be a huge change in your life. ഇത് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ പ്രൊഫഷണൽസിനാണെങ്കിലോ അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലോ ഇത് എല്ലാവർക്കും വളരെയധികം ബെനിഫിഷ്യലായിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് അഫർമേഷൻസ് എല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. കാരണം അത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും വിഷിംഗ് യു ഓൾ എ ഗ്രേറ്റ് ഹാപ്പി വിഷു. And once again, let us train our subconscious mind in such a way that we all will be
absolutely successful in our field. It can be business, or it can be health industry, or wherever you work, or like whatever you are doing. If you are a student, then it can be like in terms of studies. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല വിഷു ആശംസകൾ നൽകുന്നു. ആൻഡ് പ്രൊഫസർ സായിറാം, NLP പ്രാക്ടീഷണർ, സ്റ്റുഡൻറ്റ് കോച്ച്, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്, സായി ഫിസിയോതെറാപ്പി ആൻഡ് ഹോളിസ്റ്റിക് ഹീലിംഗ്, തൃശ്ശൂർ.